Hi friends, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Realme XT vs Samsung M30s ന്റെ സ്പീഡ് ടെസ്റ്റ് ആണ്. ഏത് ഫോൺ ആയിരിക്കും ഒന്നാമത് എത്തുക, ഏത് ഫോണിനാണ് ബെറ്റർ RAM മാനേജ്മെന്റ് ഉള്ളതെന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്പീഡ് ടെസ്റ്റ് 2 റൗണ്ട് ആയിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ചെറിയ ആപ്സ് മാത്രമാണ് തുറന്നു നോക്കുന്നത്. സെക്കൻഡ് റൗണ്ടിൽ കൂടുതൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ തുറന്നു നോക്കുന്നത്. രണ്ട് ഫോണിൻ്റെയും റീസെൻറ്റ് ആപ്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൈമർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് Realme XT 1 മിനിറ്റും 8 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയപ്പോൾ Samsung M30s 1 മിനിറ്റും 24 സെക്കൻഡ് സമയം എടുത്തിട്ടാണ് ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് RAM മാനേജ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. RAM മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ Realme XT 1 മിനിറ്റും 41 സെക്കൻഡ് എടുത്തിട്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം Samsung M30s 1 മിനിറ്റും 57 സെക്കൻഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. അപ്പോൾ കുറേയും കൂടി ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് ആർക്കാണ് ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്കിപ്പോൾ നോക്കാം.
സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് ലാപ്പ് Realme XT 3 മിനിറ്റും 19 സെക്കൻഡ് കൊണ്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം സാംസങ് M30s 3 മിനിറ്റും 39 സെക്കൻഡ് സമയം എടുത്തു. 20 സെക്കൻഡിനടുത്ത് കൂടുതൽ സമയം എടുത്തിട്ടാണ് സാംസങ് M30s സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിലേക്ക് വരാം. Realme XT 6 മിനിറ്റും 9 സെക്കൻഡ് എടുത്തിട്ടാണ് സെക്കൻഡ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം സാംസങ് M30s 7 മിനിറ്റും 7 സെക്കൻഡും എടുത്തിട്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 റൗണ്ടിലും എല്ലാ ലാപ്പിലും വിജയിച്ചിരിക്കുന്നത് Realme XT ആണ്. നല്ല റാം മാനേജ്മെൻറ്റും ഉള്ളതും Realme XTക്ക് തന്നെയാണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗീവ് അവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് വിജയികളാകാം.